പശ്ചിമേഷ്യ വീണ്ടും ഭീതിപ്പെടുത്തി ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളികൾ യുദ്ധം അതികഠിനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. യാതൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് അമേരിക്ക പറയുകയാണ്. അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ ഇറാനുമായിട്ട് വീണ്ടും യുദ്ധം നടക്കുമെന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഭീഷണിയുമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുള്ളത്. നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കുള്ള അവസാനത്തെ റെഡ് ലൈൻ ഇതാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ ഇപ്പോൾ വ്യോമസേനയോ നാവികസേനയോ അതൊന്നും തന്നെ ബാക്കിയില്ല എന്നും അവരുടെ 159 കപ്പലുകൾ തങ്ങൾ കടലിന്റെ അടിത്തട്ടിലാക്കി എന്നും ട്രംപ് അവകാശപ്പെടുകയാണ്. അവരുടെ നേതൃത്വത്തെ അമേരിക്ക പൂർണ്ണമായിട്ടും തകർത്തതായിട്ടും പറയുന്നുണ്ട്. കുവൈറ്റിലെ US താവളങ്ങൾക്ക് നേരെയും ഗൾഫ് മേഖലയെ മറ്റ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെയും ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ ഒരു കടുത്ത ഭീഷണി എന്ന് പറയുന്നത്. നമുക്കറിയാം, യുദ്ധം തുടങ്ങിയത് ഫെബ്രുവരി 28-നായിരുന്നു. ഈ 28-ന് ശേഷം പിന്നീടുണ്ടായ ആക്രമണങ്ങളിൽ പല രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇരു രാജ്യങ്ങൾക്കും ഉണ്ടായത്. ഇതിലേറെക്കുറയും ഏറ്റവും കൂടുതൽ വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഈ അടുത്ത് പോലും അമേരിക്ക ഇറാനെ പൂർണ്ണമായി തകർത്തു എന്ന് പറയുന്ന സ്ഥാനത്ത് അത്തരം രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടന്നു എന്ന് ട്രംപ് പറയുമ്പോൾ അതിനെല്ലാം വിപരീതമായിട്ടാണ് ഇറാൻ പറയുന്നത്. കാരണം ഇറാൻ പറയുന്നത് ഈ ട്രംപ് തകർത്തു എന്ന് പറയുന്നത് തങ്ങളുടെ ഡമ്മി മിസൈലുകളാണ് എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഈ മിസൈലിനെ എതിർക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക വലിയ രീതിയിലുള്ള സന്നാഹമൊരുക്കിയിരുന്നു. അപ്പോൾ അമേരിക്ക പറഞ്ഞത് അവരുടെ മിസൈലുകളെ എല്ലാം ഞങ്ങൾ തൊടുത്തു എന്നാണ്. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളായി ഇറാൻ പറയുന്നതനുസരിച്ച് ഇറാൻ തൊടുത്തു വിട്ടത് ഡമ്മി മിസൈലുകളാണ് എന്നുള്ളതാണ്. എന്തായാലും യുദ്ധം വീണ്ടും മുറുകുകയാണ്. ഇറാനിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം സ്വന്തമാക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു കരാറിന്റെയും ആവശ്യമില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് ഈ ഒരു പ്രസ്താവന നടത്തിയത്. ഇറാൻ ഔദ്യോഗികമായിട്ട് ആണവായുധം നിർമ്മിച്ചിട്ടില്ലെങ്കിലും തങ്ങൾ വിചാരിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ബോംബ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും അടിസ്ഥാന സൗകര്യങ്ങളും അവർക്കുണ്ട് എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. കുറഞ്ഞത് 10 അണുബോംബുകൾ എങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കൽ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ഇത് ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള 90% എത്തിക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മതി. ഇറാന്റെ ആണവ മോഹങ്ങൾ തകർക്കാൻ ജൂണിലും പിന്നീട് മാർച്ചിലും അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തൊടുത്തുവിട്ടിരുന്നു. ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ പല പ്രധാന യുറേനിയ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും തകർക്കപ്പെട്ടിരുന്നു. ആക്രമണങ്ങളിൽ ആണവ നിലയങ്ങൾ തകർന്നെങ്കിലും ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അല്ലെങ്കിൽ ആ ഒരു ശേഖരം മുഴുവൻ ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലുള്ള തുരങ്കങ്ങളിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവ തകർക്കുക അമേരിക്കയ്ക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിനെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എൻഡ്യൂംബർട്ട് അഥവാ ഭൂമിക്കടിയിൽ അടക്കം ചെയ്യപ്പെട്ട അവസ്ഥ എന്ന് വിശേഷിപ്പിച്ചത്. എന്തായാലും ഇറാനെ യാതൊരു കാരണവശാലും ഒരു ആണവായുധ രാജ്യമാകാൻ അനുവദിക്കില്ല എന്നതാണ് അമേരിക്കൻ ട്രംപ് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയം എന്ന് പറയുന്നത് നിലവിൽ നടക്കുന്ന സമാധാന ചർച്ചകളിൽ ഇറാൻ ആണവായുധം നിർമ്മിക്കില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം ഇപ്പോൾ യുദ്ധം അതിൻ്റെതായ രീതിയിലേക്ക് പോവുകയാണ്. കരാറുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഇറാനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റില്ല എന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയിട്ടുണ്ട്. യുറേനിയം തങ്ങൾക്ക് സ്വന്തം മണ്ണിലെ പോലെ പവിത്രമാണെന്നും അത് വിട്ടുകൊടുക്കാൻ പ്രശ്നമില്ല എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറുന്നതിനെ കുറിച്ച് നിലവിലുള്ള സമാധാന ചർച്ചകളിൽ ഒരിടത്തും സംസാരിച്ചിട്ടില്ല എന്നാണ് ഇറാൻ തുറന്നടിച്ചു പറഞ്ഞത്. ഇപ്പോഴത്തെ ചർച്ചകൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതിനെ കുറിച്ചും മാത്രമാണെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ആരോപിക്കുന്നത്. ഈ നയതന്ത്ര ചർച്ചകളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനിടയിൽ അമേരിക്കയ്ക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായിട്ട് പുടിൻ രംഗത്തെത്തുന്നുണ്ട്. അതായത് റഷ്യയുമായിട്ടുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് പുടിൻ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് മേൽ ഇത്തരം സമ്മർദ്ദങ്ങൾ ഒന്നും തന്നെ വില പോകില്ല എന്നും പുടിൻ വ്യക്തമാക്കി. റഷ്യ ഇന്ത്യയെ കാണുന്നത് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള പങ്കാളിയായിട്ടെന്നാണ് പുടിൻ ആവർത്തിക്കുന്നത്. ഇന്ത്യയും റഷ്യയും
റഷ്യയും തമ്മിൽ ഏതാണ്ട് $100 ബില്യൺ വമ്പൻ ഉഭയകക്ഷി കരാർ വരാനുള്ള സാധ്യതകളെ കുറിച്ചും പുടിൻ സംസാരിച്ചു. ഈ ഒരു കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെടുകയാണ് ചെയ്തത്. ഇതിനിടയിൽ ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന് ട്രംപിന്റെ യുദ്ധകാരികളെ നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്ന പ്രമേയം US ജനപ്രതിനിധി സഭ പാസാക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ ട്രംപിനുണ്ടാകുന്നുണ്ട്. ട്രംപ് വെല്ലുവിളികൾ നടത്തുന്നു, ഇപ്പോൾ യുദ്ധം ചെയ്യുമെന്ന് പറയുന്നു. ട്രംപിന് പക്ഷേ ഈ യുദ്ധം ചെയ്യാനുള്ള അനുമതി ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. കാരണം എന്തിനു വേണ്ടി ട്രംപ് ഈ ഒരു വെല്ലുവിളികൾ നടത്തുന്നു എന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത്. കാരണം 60 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഇനിയൊരു യുദ്ധം വേണമെങ്കിൽ കോൺഗ്രസിന്റെ അനുമതി വേണം. ഇപ്പോൾ ജനപ്രതിനിധി ആ ഒരു ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. ആ ബില്ല് പാസ്സാക്കിയത് കൊണ്ട് തന്നെ ഇനി ട്രംപിന് നേരിട്ടൊരു യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയിലാണ് ഇറാനെ ആക്രമിക്കും, ഇറാനെ തീർച്ചു കളയും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്തെത്തുന്നത്. മാത്രമല്ല കരാറിന്റെ ഒരു ആവശ്യവും ഇല്ല ഈ യുറേനിയം കൈവശം വെക്കാൻ എന്നാണ് ട്രംപ് ആരോപിക്കുന്നത്. പക്ഷെ ഇതിനിടയിലും ഇറാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ കുവൈറ്റിലും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 208-നെതിരെ 215 വോട്ടുകൾക്കാണ് ഈ ഒരു പ്രമേയം പാസ്സായത്. ഇനി സെനറ്റ് കൂടി പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ ട്രംപിന് വലിയൊരു തിരിച്ചടിയായിരിക്കും. അത് രാഷ്ട്രീയ ചേരിയിലും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറും. എന്തായാലും പശ്ചിമേഷ്യൻ പ്രതിസന്ധി നിലവിൽ അതീവ ഗുരുതരമായിട്ടുള്ള ഘട്ടത്തിലാണ് മുന്നോട്ട് പോകുന്നത്. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നുണ്ടാകുന്ന കടുത്ത നിലപാടുകൾ മേഖലയെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. ഈ ഇറാനെ പൂർണ്ണമായിട്ട് സമ്മർദ്ദത്തിലാക്കി തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെപ്പിക്കാനാണ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഉപരോധങ്ങളും സൈനിക ഭീഷണികളും കടുപ്പിക്കുന്നത്. എന്നാൽ ഈ കടുത്ത നിലപാട് ചർച്ചകളെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ ഇത്തരം വെല്ലുവിളികൾ ഇറാന്റെ മുന്നിൽ വില പോകില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച ഇറാൻ ഗൾഫ് മേഖലയിലെ US കപ്പലുകൾക്ക് താവളങ്ങൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരെ വിടുകയാണ്. ഇത് സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായിട്ട് മാറുകയാണ്. ട്രംപിന്റെ യുദ്ധ പ്രഖ്യാപനങ്ങളെ തടയാൻ US ജനപ്രതിനിധി സഭ ഈ പ്രമേയം പാസ്സാക്കിയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള വെല്ലുവിളി ട്രംപിന് ഉണ്ടായിരിക്കുകയാണ്. കാരണം ഈ ഒരു പ്രമേയം പാസ്സാക്കുന്നു, മറുവശത്ത് ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതൊക്കെ തന്നെ ട്രംപിനെ വലിയ രീതിയിൽ തന്നെ ആശങ്കയിലാക്കുന്ന ഒരു കാര്യമാണ്. ഇനി പാകിസ്ഥാന്റെ മറ്റ് അന്താരാഷ്ട്ര ശക്തികളുടെയും നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല. ഒരു നയതന്ത്ര പരിഹാരത്തിനായിട്ടുള്ള ശ്രമങ്ങൾ അണിയറയിൽ തുടരുന്നു എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും യുദ്ധം അതിന്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ട്രംപിനെ എത്രത്തോളം ഉപരോധിക്കാം അല്ലെങ്കിൽ ട്രംപിനെ എത്രത്തോളം താഴ്ത്താവോ ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഇറാന്റെ ആക്രമണങ്ങൾ നടക്കുന്നത്. ഇറാൻ ഈ ഒരു യുദ്ധത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും നടത്തുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം യുദ്ധം സാധാരണക്കാരുടെ ഇടയിലേക്ക് പോലും എത്തുന്ന രീതിയിൽ, അതായത് ആ ഒരു വശത്തേക്ക് പോലും ആക്രമണം നടത്തുന്ന രീതിയിൽ ഇറാൻ തന്റെ തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഇറാൻ ആ ഒരു നീക്കത്തിലേക്ക് എത്തിയിരുന്നു. ആ ഒരു കാര്യം തന്നെ, അതായത് കുവൈറ്റിൽ നടന്ന ഒരു ആക്രമണം തന്നെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ ട്രംപിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിൽ യുദ്ധത്തിനൊരു അവസാനം എന്നുണ്ടാകുമെന്നാണ് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കാരണം പലപ്പോഴും സമാധാന ചർച്ചകൾ പല തവണകളായിട്ട് മുടങ്ങുകയാണ് ചെയ്യുന്നത്. അതിൽ യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല. ട്രംപിന്റെ വശത്താണെങ്കിൽ ട്രംപ് ആവശ്യമില്ലാത്തുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണ് ആക്രമണം നടത്തേണ്ടത് എന്ന കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി ഇറാൻ ഈ ഒരു യുദ്ധത്തെ വീണ്ടും നേരിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഹോർമുസ് വളരെ നിർണായകമാണ്. യുദ്ധം കടുത്തതോടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് രാജ്യം കടക്കുമെന്നാണ് ഈ അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. അത്തരം മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ പല കാര്യങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. ഇനി ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് സാധാരണക്കാരെ ജീവന് തന്നെ വലിയ ഭീഷണിയായിട്ട് മാറും. നമുക്കറിയാം ഗൾഫിലടക്കം നിരവധി മലയാളികളും ഇന്ത്യക്കാരുമാണ് ജോലി ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ യുദ്ധം കടുക്കുകയാണെങ്കിൽ പലരുടെയും ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ്. മാത്രമല്ല പണപ്പെരുപ്പ് ഉണ്ടാകുന്നതും ഗൾഫ് മേഖലയെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അവശ്യ സാധനങ്ങൾ ഒന്നും തന്നെ കിട്ടാതെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലും അത് ബാധിച്ചു തുടങ്ങി എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഏത് സമയവും അത് വലിയ രീതിയിലുള്ള ഒരു ഭക്ഷ്യമാന്യത്തിലേക്കോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു മാന്യത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ ഗ്യാസ് ഇനി കിട്ടാതാവുകയും അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിനുള്ള
സാധനങ്ങൾ കിട്ടാതാവുകയും ചെയ്യുമെന്നാണ് ഒരു കടുത്ത മുന്നറിയിപ്പ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ പല രാജ്യങ്ങളും ഇതിനെ മാത്രം ആശ്രയിച്ച്, ഇപ്പൊ ഗൾഫ് മേഖല എടുക്കുകയാണെങ്കിൽ 80% ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. അവരുടെ കപ്പലുകൾ വളരെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്നത് പോലെ തന്നെ മലയാളികളടക്കം അല്ലെങ്കിൽ ഇന്ത്യക്കാരോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഉള്ളവരെല്ലാം അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ വലിയ രീതിയിലുള്ള കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുവൈറ്റിൽ നടന്ന ആക്രമണത്തിൽ ഇപ്പോൾ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നതും ഈ പ്രവാസികളൊക്കെ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാറുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ യുദ്ധം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും അമേരിക്ക ഇതിലൊരു വിട്ടുവീഴ്ച നടത്തിയില്ലെങ്കിൽ ഈ യുദ്ധം വലിയൊരു നാശത്തിലേക്ക് പോകും എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.